സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ SIP എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. SIPന്റെ ബ്യൂട്ടി എന്താണെന്നറിയോ? നമ്മളെല്ലാവരും വലിയൊരു വിശ്വാസത്തിന്റെ പുറത്താണ് SIP ആരംഭിക്കുന്നത്. മാർക്കറ്റിന്റെ ലോങ് ടേം ആയിട്ടുള്ള ആ വളർച്ചാ സാധ്യതയാണ് ആ വിശ്വാസം. മാർക്കറ്റിനെ നമ്മൾക്ക് ഒരിക്കലും ടൈം ചെയ്യാൻ സാധിക്കില്ല എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് SIP വഴി നിക്ഷേപിക്കാമെന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ മാർക്കറ്റ് സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ നമ്മുടെ SIP എമൗണ്ട് മാറ്റം വരുത്തേണ്ടതുണ്ടോ? അതായത് മാർക്കറ്റ് താഴോട്ടേക്ക് പോകുമ്പോൾ SIP എമൗണ്ട് കൂട്ടണം, അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് SIP എമൗണ്ട് കുറക്കണം, അല്ലെങ്കിൽ പോസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടോ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ SIPs നമ്മൾ കോൺസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റ് മൂവ്മെന്റ് അനുസരിച്ച് നമ്മൾ നമ്മുടെ SIP എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് SIP ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക? അതൊരിക്കലും SIP ഇൻവെസ്റ്റ്മെന്റ് അല്ല. ദ ഹോൾ പോയിന്റ് ഓഫ് SIP എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നിക്ഷേപം തുടരുക എന്നതാണ്. നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എവിടെ നിക്ഷേപിക്കണം എന്നുള്ളത് ആ ഫണ്ടിന്റെ ഫണ്ട് മാനേജറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് നമ്മുടെ കയ്യിലല്ല. അപ്പൊ ഈ മാർക്കറ്റ് ഇപ്പൊ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നാണ് ഇത് നല്ലൊരു അവസരമാണ്, അപ്പൊ നമ്മൾ കൂടുതൽ പൈസ ഇടാണ്. കൂടുതൽ പൈസ എല്ലാ മാസവും ഇടുമ്പോൾ മാർക്കറ്റ് എത്ര കാലം താഴോട്ട് പോകും നമുക്ക് അറിയില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കയ്യിലെ പൈസയൊക്കെ തീർന്നു പോയാൽ എന്ത് ചെയ്യും? അതായത് വർഷങ്ങളോളം മാർക്കറ്റ് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ശരിയാണ്, താഴെ പോയ മാർക്കറ്റ് ഒരിക്കലും താഴെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കില്ല, അത് തിരിച്ച് മുകളിലേക്ക് വരും. ഇനി മുകളിൽ പോകുന്ന സമയത്ത് പലരും പറയും SIP എമൗണ്ട് കുറക്കണം അല്ലെങ്കിൽ പോസ് ചെയ്യണം. അത് എത്ര കാലം മുകളിലോട്ട് പോകുന്ന ആർക്കറിയാം? കുറെ പോയാലോ? നമ്മൾ മാർക്കറ്റിനെ ടൈം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ആർക്കും പറ്റില്ല. നമ്മൾ ഒരിക്കലും അതിന് നിൽക്കാനും പാടില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലക്ക് ഒരു വലിയ ഫാക്ടർ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് താഴെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങിയിട്ട് പെട്ടെന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഡെഫിനറ്റ്ലി നമുക്ക് ലാഭം തന്നെയാണ്, അത് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ അത് നമുക്കൊരു പണിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുകയും മാർക്കറ്റ് താഴെ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടുതൽ പൈസ ഇടുന്നതൊക്കെ ചിലപ്പോൾ നമ്മളൊരു ട്രാപ്പിലേക്ക് നയിക്കാം. കാരണം മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം SIP ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മരം നടുന്നത് പോലെയാണ്. അതിന്റെ വേര് വളരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാന്തി നോക്കാറില്ല. അതിന്റെ ആവശ്യമില്ല. മരം നട്ടു, ഇനി വെള്ളം ഒഴിക്കുക, അതിനങ്ങോട്ട് വളരാൻ വിടുക. അതുപോലെ തന്നെയാണ് SIP നിക്ഷേപവും. നമ്മൾ സ്ഥിരമായി നിക്ഷേപിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, സമയം കൊടുക്കുക. ആ സമയം കൊണ്ട് പല മാജിക്കുകളും സംഭവിക്കും. ഇനി ഈ ഒരു സമയം മാർക്കറ്റ് താഴോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് റൈറ്റ് ടൈം ആണോ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഉത്തരവില്ല. റൈറ്റ് ടൈം ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നൗ, ഇപ്പോഴാണ്. എപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളത് അപ്പോൾ നിക്ഷേപിച്ചു തുടങ്ങാം. ഈ മാർക്കറ്റ് എത്ര കാലം താഴോട്ട് പോകുന്ന അറിയാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റുന്നത് നല്ല ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് അതിൽ ഇൻവെസ്റ്റ്മെന്റ് തുടരുക എന്നതാണ്. ഈ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്ത മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സീരീസ് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തായാലും എന്റെ SIP എമൗണ്ട് മാറ്റുന്നില്ല, ഞാൻ കൂട്ടുന്നുമില്ല കുറക്കുന്നുമില്ല. ഇപ്പോൾ ഉള്ള അതേ എമൗണ്ട് വെച്ച് തന്നെ തുടരാൻ തീരുമാനിക്കുകയാണ്. കാരണം എന്റെ ഒരു ഇത്രയും കാലത്തെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ആ 5 സ്റ്റാർ പരസ്യത്തിൽ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യൂ.